നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്നിരുന്നാലും നമ്മളിവിടെ ഭൂമിയിൽ വന്ന് നമ്മൾ ഭൗതിക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നു. വീട്ടിലെ കാര്യങ്ങൾ അല്ല, ഫാദർ മദർ, ഭാര്യ ഭർത്താവ് മക്കൾ ഒക്കെ എല്ലാവരുടെ കാര്യം നല്ല പൂർണ്ണമായിട്ട് ചെയ്യുകയും നല്ല വിശ്വസ്തമായ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് എനിക്ക് മാത്രം അപകടങ്ങൾ പറ്റുന്നത് എന്ന് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ട് മറ്റു വണ്ടികൾ എന്നെ വന്ന് കുത്തി തളർത്തിയിടുന്നത്, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഞാൻ മാത്രം എന്താ വഴുതി വീഴുന്നത്, എന്നെ മാത്രം എന്താ കിടത്തത്തിലാക്കുന്നത്, എൻ്റെ എന്താ പറയണ്ടേ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം അപകടങ്ങൾ വന്ന് എന്നെ തളർത്തി കിടത്തിയത്, ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാം കൃത്യമായ കാര്യങ്ങളും സത്യസന്ധമായി ചെയ്യുന്നവർക്ക് പോലും അപകടങ്ങളും ആപത്തുകളും ദുരിതങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തന്നെ സ്വയം തോന്നും, എന്തേ എനിക്ക് മാത്രം വരുന്നത്, എന്നെ മാത്രം എൻ്റെ തളർത്തി കിടത്തിയത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് എല്ലാം കൃത്യനിഷ്ഠ ചെയ്യുന്നവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്നിട്ട് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ശരീരവും കയ്യും കാലും ഒന്നുമല്ല പ്രപഞ്ചത്തിന് വേണ്ടത്. നിങ്ങളുടെ പ്യൂരിറ്റി മാത്രമാണ് വേണ്ടത്. നിങ്ങളുടെ മനസ്സ് മാത്രമാണ് വേണ്ടത്. നിങ്ങൾ കയ്യും കാലും ഇന്ദ്രിയങ്ങളൊക്കെ ഭൗതിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനാവുകയുള്ളൂ. പക്ഷെ നിങ്ങളെ സൂക്ഷ്മതലം അഥവാ മനസ്സിനെ പ്യൂരിറ്റി ആക്കിയിട്ട് നിങ്ങളെ ഇവിടുന്ന് തിരിച്ചയക്കാൻ പാടുള്ളൂ എന്നൊരു പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. അത് തന്നെയായിരിക്കാം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ സ്വയം എന്താ പറയണ്ടത്, നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോലും നമുക്ക് സ്വയം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം അപ്പം നമ്മുടെ പ്യൂരിറ്റി തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ക്ലാരിഫിക്കേഷൻ. നമുക്ക് എത്രത്തോളം മനസ്സ് പ്യൂരിറ്റി ആക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിനൊന്നും പറ്റുന്നില്ല. അപ്പം നമ്മുടെ മനസ്സിൻ്റെ പ്യൂരിറ്റി തന്നെയാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്, പ്രപഞ്ചത്തിന് വേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കാം നമുക്ക് ഇത്രയും ദുരിതങ്ങളും പല ആപത്തുകളും നമ്മളെ തേടി വരുന്നതും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതും. അത് നമ്മൾ മനസ്സിലായിക്കൊണ്ട് എത്രത്തോളം നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും പ്യൂരിഫൈ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.